നീ കണ്ടപ്പോ എന്നെ പോലെ തോന്നിയാ? ഇതിന്റെ നമ്പർ കൊടുക്കട്ടെ. താങ്ക് യു. കൊച്ചെനിക്ക് വേണ്ടി മേടിച്ചു. ആദ്യം ഇത് തുറക്കണം, പിന്നെ ഇത് ഇതാണ് ആദ്യം തുറക്കേണ്ട സാധനം. ഇവളെ എനിക്ക് ഒന്നും അറിയില്ല, ഇവളെന്താ കൊണ്ടുവന്നത്. സർപ്രൈസ്. അപ്പൊക്കെ എന്തായാലും കാണാം ഈ ഒരു ദിവസം. നമ്മള് പോകുന്നതിന് മുമ്പ് കാണുമ്പോ ഫോട്ടോ ഒക്കെ എടുക്കാൻ. ശരി, എന്നാ നമുക്ക് കാണാം. അതെനിക്ക് തലയും കൂടിയുണ്ട്. അല്ല, അവർക്ക് സജിനയുടെ ഇഷ്ടം. എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. ലാസ്റ്റ് തലയും പതുക്കെ അല്ല ഇങ്ങനെ ആട്ടി വിട്ട് ഇങ്ങനെ ചെയ്യാൻ. ഇതിനി എന്റെ വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ അമ്മ ഇങ്ങനെ ഇങ്ങനെ മണ്ണിരിക്കോ? സ്ട്രീറ്റ് തന്നെ. നീ കണ്ടപ്പോ എന്നെ പോലെ തോന്നിയാ? ഏകദേശം ഞാൻ ഇതുപോലെ തന്നെയാ നിൽക്കുന്നത്. ഇതൊക്കെ വാങ്ങുന്നില്ല, പൊട്ടാതെ കൊണ്ടുവരുന്നതാണ്. അത് നമ്മളെ ഇത് കറക്റ്റ് കേട്ടോ, ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാ. കാറ്റ് വരും, നല്ല രസമാണ് കാണാൻ. ഇത് മറ്റേ വണ്ടിയിൽ ഇങ്ങനെ നല്ല കളർഫുൾ. ക്യൂട്ട്. താങ്ക് യു സോ മച്ച്. എന്റെ ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് കേട്ടോ. അതാണ് അതിന്റെ തല ആട്ടലാണ് അടിപൊളി. ഞങ്ങള് ഡാൻസ് റിലേറ്റഡ് എന്താണ്, അപ്പൊ അവളെന്നെ പോയി കണ്ടുപിടിച്ച്. to go for my dance program. അപ്പൊ 3 ദിവസമാണ് ഇനിയുള്ളത് എന്റെ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ഒരു കാര്യവും നമ്മൾ ലാസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ 3 days ahead ഞാൻ എല്ലാം ചെയ്യാണ്. ആക്ച്വലി സ്പീക്കിംഗ്, ഞാൻ എന്റെ ഒരു കണക്ക് വെച്ച് ഞാൻ ലേറ്റ് ആണ്. ഈ പ്രാവശ്യം ഈ പ്രോഗ്രാമിന് വേണ്ടി ഭയങ്കര സ്ലോ പ്രിപ്പറേഷൻ ആയിരുന്നു. ഇത്രയും പെട്ടെന്ന് ദിവസം പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല, ടൈം പോയത് അറിയത്തില്ല. ഷോപ്പിലും ബ്രൈഡൽ വർക്കും ഒക്കെ ആയിട്ട് ഫുൾ തിരക്കായത് കാരണം ഈ കാര്യങ്ങളൊന്നും മാറ്റി വെക്കാൻ. ലൈക്ക് ഓൾവേസ് നമ്മൾ കൊടുക്കാനുള്ളത്, നമുക്ക് കുട്ടികളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, എല്ലാം ആണെങ്കിലും നമ്മുടെ കാര്യങ്ങൾക്ക് എപ്പോഴും നമ്മളൊരു ഫസ്റ്റ് പ്രയോറിറ്റി. അതൊരു എന്താ പറയാ, അതൊരു സെൽഫിഷ്നെസ് അല്ല. നമുക്കതിനെ ഒരു സെൽഫ് ലവ് എന്നോ അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് എന്ന് തന്നെ പറയാം. ആ ഒരു സെൽഫ് ലവ് എല്ലാവർക്കും വേണം എന്നുള്ളത് ഒരു അത്യാവശ്യമായ ഒരു കാര്യമാണ്. കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. നമുക്ക് ആദ്യം ജ്വല്ലറീസ് റെഡിയാക്കാം. കോസ്റ്റ്യൂമാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള. കോസ്റ്റ്യൂം റെഡിയല്ല. ആൻഡ് നമുക്ക് ജ്വല്ലറീസ് എല്ലാം ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ബാഗിൽ. അത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബാഗിലാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇടാനുള്ളത് എല്ലാം. ഇനി ഇതൊന്ന് ചെക്ക് ലിസ്റ്റ് നോക്കി എല്ലാം എടുത്ത് വെച്ചോന്നൊന്ന് നോക്കി പോണം. ലോങ് ചെയിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ലോങ് ചെയിൻ ഞാൻ ഇടാൻ പോകുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് അന്നേരം കാണാൻ പറ്റും. ഈ ജ്വല്ലറീസ് ഒക്കെ നമ്മൾ ഭയങ്കര ശ്രദ്ധയോടെ വേണം ഹാൻഡിൽ ചെയ്യാൻ. ഇങ്ങനെയുള്ള ഇത് വാങ്ങുമ്പോൾ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഇങ്ങനെ ഈ ഫോൾഡബിൾ സാധനങ്ങള് ഇങ്ങനെ ഓർഗനൈസേഴ്സ് 1000 എൻ്റെ കയ്യിലുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ഓർഗനൈസ് ചെയ്ത് കൊണ്ട്. ഞാൻ എപ്പോഴും പ്രോഗ്രാമിനൊക്കെ പോകുന്ന ആളായതുകൊണ്ട് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കും. നമ്മൾ എപ്പോഴും നമ്മുടെ കമ്മൽ എസ്പെഷ്യലി ആണിയുള്ള കമ്മൽ ഒരിക്കലും ഇതിൽ വെച്ചിട്ട് നമ്മൾ അടയ്ക്കരുത്. എന്നുവെച്ചാൽ ആ കമ്മല് ഒടിഞ്ഞു പോകും. ഇത് കാണുമ്പോൾ നമ്മൾ പെട്ടിയിലൊക്കെ പാക്ക് ചെയ്ത് വെക്കുമ്പോൾ ഒടിഞ്ഞു പോകും. അപ്പൊ കമ്മൽ എപ്പോഴും, ഇയറിങ് എപ്പോഴും നമ്മൾ ഇതുപോലെ ഒരു ബോക്സിൽ, ട്രാൻസ്പെറൻറ്റ് ബോക്സിലാക്കി വെക്കാവൂ. അപ്പൊ ഇതിന്റെ മാട്ടിയാണ്. അപ്പൊ ഇതിൽ സ്ക്രൂ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് സെപ്പറേറ്റ് ഇതിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ബാങ്കിൾ എടുത്ത് വെക്കണം. ബാങ്കിൾ മാത്രമേ എനിക്ക് എടുത്ത് വെക്കാനുള്ളൂ എന്നാണ് എൻ്റെ ഒരു കുത്തി എടുത്ത് വെച്ചിട്ടില്ല. അപ്പൊ ലോങ് ചെയിൻ ഞാൻ ഈ പേളിന്റെ ആണ് ഇടുന്നത്. പേളായിട്ടുള്ള ഈ ഒരു വൈൻ ഷെയ്ഡാണ്. എൻ്റെ ജ്വല്ലറീസ് എല്ലാം വൈൻ ഷെയ്ഡാണ്. ഹെഡ്സെറ്റും എല്ലാം വൈൻ ഷെയ്ഡാണ്. ഇതെല്ലാം ജ്വല്ലറീസ് എല്ലാം ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന്, ഇതെല്ലാം ഓൾറെഡി അറേഞ്ച്ഡ് ആണ് കേട്ടോ. ഞാനൊരു എക്സ്ട്രാ ത്രെഡ് വെക്കുന്നുണ്ട് ഇൻ കേസ് നമുക്ക് എന്തിനെങ്കിലും വേണ്ടി വന്നാൽ. എക്സ്ട്രാ ത്രെഡ് വരുന്നുണ്ട്. എല്ലാ ജ്വല്ലറീസും നമ്മൾ
നൂല് വെച്ച് കെട്ടും. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കി പോവാം. ഷോർട്ട് നെക്ലെസ് ഏതാടാൻ പോകുന്ന 2 നെക്ലെസ് ഉണ്ട്. ആക്ച്വലി ഇതില് ഈ ഒരു നെക്ലെസും ആൻഡ് ഈ ഒരു നെക്ലെസും. പക്ഷെ എൻ്റെ നെക്കില് എനിക്ക് ഏറ്റവും കൂടുതൽ ചേരുന്നത് ഇങ്ങനെ ഈ ചോക്കർ ടൈപ്പ് ആയിട്ടുള്ള നെക്ലെസ് ആണ്. സോ ഇതാണ് ഞാൻ വെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ തന്നെ ഹെഡ്സെറ്റ് എനിക്കുണ്ട്. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം വിചാരിച്ചു ഹെഡ്സെറ്റ് വേറെ വെക്കാം. നെക്ലെസ് ഇതാണ്. ജ്വല്ലറീസ് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുത്ത് വെക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ മാറ്റി വെക്കുകയാണ്. ബിക്കോസ് എല്ലാം കൂടി നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. സോ ആവശ്യമുള്ള ജ്വല്ലറീസ് മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. ദെൻ ഷോർട്ട് ചെയിൻ എടുത്തിട്ടുണ്ട്. ചിലങ്കയും എൻ്റെ കയ്യിൽ അല്ല. ഇത് കഴിഞ്ഞിട്ട് ചിലങ്കയെ കുറിച്ച് പറയാം. ചിലങ്ക, വൈറ്റ് ഫ്ലവർ, ഓറഞ്ച് ഫ്ലവർ, ഓർണമെന്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോകും. കുഞ്ചലം, രാക്കൊടി എവിടെ? കമ്മൽ എടുത്ത് വെച്ചു. ഹെഡ്സെറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. സൂര്യൻ, സണ്ണും മൂണും സണ്ണും മൂണും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഓർണമെന്റ്സ് എല്ലാം എടുത്ത് ബാങ്കിൾ മാത്രം എനിക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ബാങ്കിൾ വെക്കണം. അതിനി നോക്കണം. എൻ്റെ കയ്യിലുള്ള ബാങ്കിൾ നോക്കിയിട്ട് ഇച്ചിരി വീതിയുള്ളൊരു ബാങ്കിൾ വെക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ജ്വല്ലറി ബോക്സിനാണ് ഈ നെറ്റിച്ചുട്ടി വേണ്ട. ഇത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. സിംഗിൾ ഞാൻ എടുത്ത് മാറ്റുകയാണ്. സിംഗിളും നമ്മുടെ ഒരു നെക്ലസ് ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നുവെച്ചാൽ എല്ലാ സാധനവും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് മാനേജ് ചെയ്യാൻ. അപ്പൊ ആവശ്യമുള്ളത് മാത്രം ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ. വേസ്റ്റ് ബെൽറ്റ് അത് ഹിപ്പ് ചെയിൻ എഴുതിയിട്ടില്ലല്ലോ ഇതിൽ. ഹിപ്പ് ചെയിന് നമ്മുടെ ലിസ്റ്റിലില്ല ആക്ച്വലി ഹിപ്പ് ചെയിന്. അപ്പൊ ഇത് മാത്രമാണ് ഞാൻ എടുത്ത് കൊണ്ടുപോകാൻ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചു. അപ്പൊ നമ്മുടെ ജ്വല്ലറിയെ കുറിച്ച് ഇനി ഒരു ടെൻഷനും വേണ്ട. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യട്ടെ. മുന്നേയൊക്കെ ജ്വല്ലറീസ് ഒക്കെ ഇങ്ങനെയായിരുന്നു ഞാൻ പാക്ക് ചെയ്ത്. എല്ലാം ട്രാൻസ്പാരൻറ്റ്. എല്ലാ ജ്വല്ലറീസും ഞാൻ ട്രാൻസ്പാരൻറ്റ് നമ്മുടെ സിപ്പർ ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം പുതിയതുപോലെ ഇരിപ്പുണ്ട് ഇപ്പോഴും. രാക്കുടി ഞാൻ എന്തായാലും ഒരെണ്ണം തൽക്കാലം ഇതിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. എല്ലാം ഞാൻ മൂക്കുത്തി വരെ ബോക്സിലാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം ഇത് മാത്രമാണ് ഇപ്പം നമുക്ക് ആവശ്യമുള്ളൂ. ഇങ്ങനെയാകുമ്പോൾ നമ്മൾ ഒരു സാധനം മിസ്സാവത്തില്ല. എല്ലാം സെറ്റ്, ഓൾ സെറ്റ്. കമ്മലൊന്ന് മാറ്റണം. ഞാൻ വേറൊരു കമ്മൽ വെക്കും. എൻ്റെ മറ്റേ ഹെഡ്സെറ്റ് കൂടി എടുത്തിട്ട് അതിവിടെ ബോക്സിൽ നിന്ന് എടുക്കാനുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മെയിനായിട്ടും ഹെയർ ആക്സസറീസ് വെക്കുന്ന ഇതൊരു ബോക്സിൽ. ത്രെഡ് കോട്ടൺ ത്രെഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോട്ടൺ ത്രെഡ് ഞാൻ കുറച്ചധികം തന്നെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു കോമ്പ്, ദെൻ യൂപ്പിനും സ്ലൈഡും അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് എത്ര വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും തന്നെ യൂപ്പിൻ ചെറിയ സ്ലൈഡ് ഇതെല്ലാം സജാസിൽ നിന്ന് തന്നെ എടുത്തത്. സേഫ്റ്റി പിന്ന്, അതുപോലെ യൂപ്പിൻസും അതെല്ലാം സെപ്പറേറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ മുടി കെട്ടാനിരിക്കുമ്പോൾ ഇത്രയും സാധനം നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്നാൽ അവർക്കും എളുപ്പമായിരിക്കും. സേഫ്റ്റി പിന്നെ അങ്ങനെയുള്ളതെല്ലാം സെപ്പറേറ്റ്. പൂവൊക്കെ ലാസ്റ്റ് മതിയല്ലോ. വാർമുടി അത് വെച്ചിട്ടുണ്ട്. ദെൻ ഫ്ലവേഴ്സ് 2 സെറ്റ്. ഓക്കെ. ദെൻ ഈ ഒരു ഫ്ലവർ വേണം, അത് വെച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കുഞ്ചലം, അത് ഈ ഒരു ചുരുക്കിയുള്ള ടെമ്പിൾ മോഡലിലാണ്, അത് വെച്ചു. ദെൻ ഇതിലുണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ. ഇതൊക്കെ സജാടതാണ്, മോൾഡതാണ്. കുറേ സാധനങ്ങളൊക്കെ ആളുടേതും ഒക്കെയാണ്. വേണമെന്ന് എനിക്കറിയത്തില്ല. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല ആളുടേത്.
ഇതൊന്നും ഓപ്പൺ പോലും ചെയ്തിട്ടില്ല. ഇതെന്തായാലും ഇത് രണ്ടും വേണോന്നറിയില്ല. ഇതെടുത്ത് വെക്കാം, സെപ്പറേറ്റ് എടുത്ത് വെക്കാം. ഓക്കെ, ഇനി നമ്മുടെ ബേസിക് കിറ്റാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള എമർജൻസി കാര്യങ്ങളെല്ലാം. ഇങ്ങനത്തെ ഓർഗനൈസേഴ്സ് എവിടെ കണ്ടാലും ഞാൻ പറഞ്ഞില്ലേ, ഓർഗനൈസേഴ്സ് എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്, ഞാൻ വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ട്രാൻസ്പാരൻ്റ് ആകുമ്പോൾ എല്ലാം കാണാൻ പറ്റും. ഓക്കെ, ഒരു പൗഡർ പഫ് ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതാണ്. ഒരു കുഞ്ഞ് പഫ് കൂടി ഞാൻ വെച്ചിട്ടുണ്ട്, സ്വെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതാക്കാൻ. പിന്നെ സ്വെറ്റ് പാഡ് മേടിച്ചിട്ടുണ്ട്, ഇതുവരെ തുറന്നിട്ടില്ല. സ്വെറ്റ് പാഡ് എപ്പോഴും സ്വെറ്റ് പാഡ് വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ നന്നായി ഈ ഒരു സമയത്ത് സ്വെറ്റ് ചെയ്യുമല്ലോ. സോ ഇത് സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇങ്ങനത്തെ സ്വെറ്റ് പാഡ് കിട്ടും, നല്ലതായിരിക്കും. നമുക്ക് ഇങ്ങനെയുള്ള ഡാൻസ് കോസ്റ്റ്യൂമൊക്കെ വെയർ ചെയ്യുമ്പോൾ നെയിൽ പോളിഷ് റിമൂവർ അത്യാവശ്യം ഇൻ കേസ് വേണ്ടി വന്നാൽ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് വേണ്ടത് നീഡിൽ, എന്താ പറയുക, സ്വിങ് ത്രെഡാണ്. ഒരു സ്വിങ് കിറ്റാണ്, സ്വിങ് കിറ്റാണ് വേണ്ടത്. അപ്പോൾ അതിൽ ത്രെഡ് ഉണ്ടാവും. ചെറിയ ഇങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ഇത് ടൈലറിങ് ഫീൽഡ് ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. എങ്ങാനും സ്റ്റിച്ച് അഴിക്കേണ്ടി വന്നാൽ സജാസിൽ ഉള്ളത് കൊണ്ട് ഞാൻ എല്ലാം സ്റ്റിച്ച് ചെയ്ത് സെറ്റായിട്ടേ പോവുള്ളൂ. പക്ഷേ നമുക്ക് ഇൻ കേസ് എമർജൻസി ആവശ്യങ്ങളിൽ ഇത് ആവശ്യമാണ്. ദെൻ ഇതൊരെണ്ണം വെക്കുന്നുണ്ട്. കുഞ്ഞ് ഇതിലെ ബട്ടൺസും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ത്രെഡും ഒക്കെ ഉണ്ട്. ഇതിൽ കുറച്ചുകൂടെ വലിയൊരു കിറ്റ്. ഇതാണ് യൂഷ്വലി ഞാൻ മിസ്സസ് കേരളക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുവരുള്ളൊരു വലിയൊരു കിറ്റ്. സിസേഴ്സ് ഒക്കെ ഇതിലുണ്ട്. ഇതിലൊരു കുഞ്ഞ് സിസർ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ നിന്ന് അവർ മേടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു. കസ്റ്റംസ് ക്ലിയറൻസിൽ അവരൊന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്വിങ് കിറ്റ് നമുക്ക് വീട്ടിൽ വെക്കാം. ദെൻ ഒരു കുഞ്ഞു പെർഫ്യൂംസ് ചെറുത്. ഓക്കെ, ദെൻ ഒരു വാസ്ലിൻ. ഓക്കെ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ ഇതും ട്രാൻസ്പെറൻറ്റ് എപ്പോഴും വെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും സാധനങ്ങൾ എടുക്കാൻ. കാലിടാനുള്ള ക്രീം, എൻ്റെ മെഡിസിൻ. ദെൻ ഇത് നമുക്ക് ഒരു കുഞ്ഞ് സിസേഴ്സ് നമ്മുടെ എമർജൻസി കിറ്റി വെക്കാം. ഒരു കോമ്പൗണ്ട് ഇതിൽ വെച്ചോളൂ. ട്രാൻസ്പെറൻറ്റ് പൗച്ച് ഇതൊന്നും വേണ്ട. ഒരു സെലോ ടേപ്പ്, ഒരു ഇൻവിസിബിൾ ടേപ്പ്, നമ്മുടെ ഡ്രസ്സൊക്കെ ഒട്ടിക്കണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ പിന്ന്, ഒരു കുഞ്ഞു മിററ്. നമുക്ക് അവിടെ പോകുന്നിടത്ത് നമുക്ക് തന്നെ ബാഗിൽ വെച്ചാൽ കാണാൻ ഒരു ചെറിയൊരു മിറർ. ഇതെന്നെ ഹാൻഡ് ബാഗിൽ വെക്കാം. ദെൻ കോണ്ടാക്ട് ലെൻസിന്റെ സൊല്യൂഷൻ. കോണ്ടാക്ട് ലെൻസിനോടെ ഒരു ചെറിയൊരു സ്ട്രോ വേണം. പിന്നെ ഫോർക്കും സ്പൂണും ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണം. ഞാനൊരു എമർജൻസി കിറ്റ് പോലെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്കത് കിട്ടിയാൽ ഞാനെല്ലാം അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇതൊരു ഒരു വാനിറ്റി കിറ്റാണ്. ഇതിലും നമ്മുടെ ജസ്റ്റ് എന്താ പറയുക, കോട്ടൺ പാഡ്, ഒരു ഇയർബഡ്, ദെൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാനിത് ഹോട്ടലിൽ സ്റ്റേ ചെയ്തപ്പോൾ അവിടെ നിന്ന് എടുത്ത് കയ്യിൽ വെച്ചതാണ്. ഒരെണ്ണം ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ഈസി ആയിട്ട്. ദെൻ ടിഷ്യൂ ബോക്സ്, ടിഷ്യൂ പേപ്പർ ഞാൻ ഈ ബാഗിൽ വെക്കും. അപ്പോൾ എനിക്ക് കാണാമല്ലോ മെഡിസിനൊക്കെ എടുക്കുന്നത്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇയർ ലോബ്സ്. അത് ഞാൻ സജാസി വരുന്ന എല്ലാവരോടും പറയുന്നതാണ്. ഇൻവിസിബിൾ ഇയർ ലോബ്സ്, അതായത് കമ്മലിടുമ്പോൾ ആ വെയിറ്റ് നമ്മളെ കാതിൽ എടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇയർ ലോബ് സ്റ്റിക്കേഴ്സാണ്. ഇത് ഞാൻ എൻ്റെ ജ്വല്ലറി ബാഗിലോട്ട് എനിക്കിത് ഷിഫ്റ്റ് ചെയ്യണം. ഈ ഒരു സ്ട്രിപ്പ്. പിന്നെ ഇതൊക്കെ എൻ്റെ സേഫ്റ്റി പിൻ അങ്ങനെയൊക്കെ ഉള്ളത് വെക്കുന്നത്. ഇതുണ്ടാണ്ട് ഓർഗനൈസർ ഉണ്ടോ, യു പിന്ന്, സേഫ്റ്റി പിന്ന്, അതെല്ലാം ഇത് ഓൾറെഡി മുന്നേയുള്ള പ്രോഗ്രാംസിലൊക്കെ കഴിഞ്ഞതാണ്. അതൊരെണ്ണം. ദെൻ പിന്നെ കോണ്ടാക്ട് ലെൻസ് അമേറയുടെ ഞാൻ ഇപ്രാവശ്യം എടുത്തത് ആൽമണ്ട് ഷെയ്ഡാണ്. യൂഷ്വലി ഞാൻ എപ്പോഴും ബ്രൗൺ ഷെയ്ഡ്സ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ആ ഒരു ഷെയ്ഡാണ് ഇത്. അതിൽ തന്നെ നമുക്കൊരു ലെൻസ്, കോണ്ടാക്ട് ലെൻസ് വെക്കാനുള്ളൊരു ഇത് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പക്ഷേ ഇത് ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വെക്കാം. ഓക്കെ, ഞാൻ എപ്പോഴും
കോണ്ടാക്ട് ലെൻസ് എടുക്കുന്ന ലിക്വിഡിൽ തന്നെ ഞാനത് ഓപ്പൺ ചെയ്യുന്ന ഡേറ്റ് എഴുതി വെക്കും, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. കോണ്ടാക്ട് ലെൻസ് ഇതിൽ വെക്കാം. എപ്പോഴും നമ്മൾ ഈ ലെൻസ് വെക്കുന്ന കവർ എപ്പോഴും നമ്മൾ വെച്ചാൽ നല്ലതായിരിക്കും. ബാഗിൽ തന്നെ ഇപ്പം നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞാലൊക്കെ ഉടനെ തന്നെ ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ വാഷ് ചെയ്യണം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ചിലങ്കയാണ്. ചിലങ്ക ഈ ഒരു ബോക്സിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ചിലങ്ക ബാഗ് ആക്ച്വലി വേണം നമുക്ക്. ഒരു ബാഗ് ഞാൻ ഓർഡർ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല, ഓർഡർ ചെയ്തിട്ടില്ല. ഇതെൻ്റെ പഴയ ചിലങ്കയാണ്, 4 ലൈനിൻ്റെ ട്രഡീഷണൽ വൺ. നല്ല സൗണ്ടുള്ള ചിലങ്കയാണിത്. പക്ഷെ ഇത് ടൈ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് കുറവ്. ഈ കാലും സുഖമില്ലാണ്ട് ഇരിക്കുകയല്ലേ. അപ്പം ഇത് കെട്ടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ മൈറ്റ് ബി നെക്സ്റ്റ് ടൈം. ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ടൈറ്റിൽ നമ്മൾ ടൈ ചെയ്ത് കാലിൽ വെക്കണം. അപ്പോൾ കാലിൽ നീര് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് തൽക്കാലം ഈ ചിലങ്ക മാറ്റി വെച്ചിട്ട്, ഈ ചിലങ്കയാണ് നാളെ പൂജയ്ക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി, നമുക്ക് ചിലങ്ക പൂജയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളത്. എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ഇനി മൊബൈൽ ചാർജറും കൂടെ മാത്രമേ ഇതിൽ ബാക്കി വെക്കാനുള്ളൂ. ഓർണമെന്റ്സ് എല്ലാം റെഡിയാണ്. എമർജൻസി കിറ്റ് റെഡിയാണ്. ദെൻ ഹെയർ ആക്സസറീസ് എല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് മുടി കെട്ടാൻ പോകുമ്പോൾ എളുപ്പം പിന്നും സ്ലൈഡും ഒക്കെ കൊടുക്കാൻ ഇത് വേറൊരു ബോക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഡാൻസിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതും നല്ലതാ. എന്റെ മാല മാല ഇട്ട് കൊടുക്ക്. വേണ്ട. ഇതും ഇഷ്ടമായി. അത് ഏറ്റവും കൂടുതലതാ അല്ലേ? നല്ല രസം. ഇനിയാണോ കട? ഇതല്ലേ ഇതിന്റെ? അപ്പൊ ഇത് ഏതിന്റെയാ? അതെവിടെ എടുത്തത്? അല്ല, ദേവിയുടെ മോഡലിൽ നിക്ക്. ഇങ്ങനെയല്ലേ? ഇതല്ലേ ഇപ്പൊ നേരത്തെ എന്താണ്? നാഗവല്ലി. ഓ, നാഗവല്ലി ആയാ മതി. നിന്ന് എടുത്തോ? ഞാൻ ദേവി ഇങ്ങനെയല്ലേ? കൈമുട്ട് മടന്ന് ഇങ്ങനെ ഇങ്ങനെ. പിന്നെ നമ്മൾ ആ ലാസ്റ്റ് മഞ്ജു ലാസ്റ്റ് ഉള്ളത് ഇതിങ്ങനെ പറഞ്ഞത് സ്ട്രെയിറ്റ് ഇങ്ങനെയാണ്. ഇങ്ങനെ വേറെ ഫ്ലവർ മൂവ്മെന്റ് ഒന്നും ഇല്ല. ഇങ്ങനെ വന്നിട്ട് ചെസ്റ്റിന്റെ അവിടെ പൊങ്ങാൻ വരണം. ഇതിന്റെ സ്ട്രെയിറ്റ് അല്ലേ? വേറെ മുദ്രയില്ല അവിടെ.